നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. ഇതിൽ പൊട്ടലും ചീറ്റലും തുടരുന്നതിനിടെ ബജറ്റ് അവഗണനയിലെ അതൃപ്തി പരസ്യമായി തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി ചിഞ്ചു റാണി. തുക വെട്ടിക്കുറച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പ്രതിഷേധം അറിയിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 40% കുറവ് വരുത്തിയെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നു. ഡൽഹി യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ധനമന്ത്രിയോട് വിഷയം സംസാരിച്ചിരുന്നു. CPI മന്ത്രിമാരോട് വിവേചനം കാണിച്ചുവെന്ന് കരുതുന്നില്ലെന്നാണ് ചിഞ്ചുറാണി പ്രതികരിച്ചത്. CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് വലിയ വിവാദമായിരുന്നു. ബജറ്റിലെ അവഗണനയിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് നേരത്തെ ഭക്ഷ്യമന്ത്രി GR അനിലും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ബജറ്റ് അവതരണത്തിന് ശേഷം ധനകാര്യമന്ത്രിക്ക് ഹസ്തദാനം ചെയ്യാൻ GR അനിൽ തയ്യാറാകാതിരുന്നത് അതൃപ്തിയുടെ സൂചനയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മുന്നണിക്ക് അകത്തും മന്ത്രിസഭയിലും അടക്കം സംസാരിക്കും. അനുകൂല നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നും ഭക്ഷ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്നും ഭക്ഷ്യവകുപ്പ് കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും GR അനിൽ ചൂണ്ടിക്കാണിച്ചു. കേരളീയത്തിന് 10 കോടിയും ചാമ്പ്യൻസ് ട്രോഫി വള്ളം കളിക്ക് 9.96 കോടിയും അനുവദിച്ച ധനവകുപ്പ് വിശപ്പുരഹിത കേരളം പദ്ധതിക്ക് നീക്കിവെച്ചത് വെറും 2 കോടിയാണ്. വിഷയത്തിൽ CPI നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. ആരോഗ്യം, ടൂറിസം, ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, വ്യവസായം, സാംസ്കാരികം തുടങ്ങി CPM മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ പുതിയ പദ്ധതികളും കോടികളുടെ പ്രഖ്യാപനവും ഉണ്ടായപ്പോൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന തങ്ങളുടെ വകുപ്പുകളിൽ തുച്ഛമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് CPIയുടെ പരാതി. അതേസമയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. വിമർശനം ഉയർന്നുവെന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ്, പ്രചരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതേപ്പറ്റി പ്രതികരിക്കാൻ തന്നെ കിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ ബജറ്റിൽ അതൃപ്തി അറിയിച്ച് CPI മന്ത്രിമാർ കത്ത് കൊടുത്ത സംഭവം അറിയില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്മാർട്ട് സിറ്റി റോഡ് വിവാദത്തിൽ റിയാസിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നുവെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിമാരുടെ പരാമർശം അപക്വമാണ്. പ്രതികരണങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തിയില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്നുമാണ് ലഭിച്ച വിവരം. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തള്ളിക്കളയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.